ഹായ് ഗായ്സ്, സൂര്യയാണ്. അപ്പോൾ നമ്മൾ മാൾട്ട വന്നിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ ഒരു പ്ലാൻ, ഗോൾഡൻ ബേ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബീച്ചാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു 4 പേരുണ്ട്. നമ്മളിപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചേക്കുവാണെന്ന്. ഇന്ന് പിന്നെ ഇവിടെ സൺഡേ ആയതുകൊണ്ടും വീക്കെൻഡാണ്. അപ്പം പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിന്ന് ജസ്റ്റ് പോവുകയാണ്. ബസ്സൊക്കെ ഇന്നുകൊണ്ട് കുറവാണ്. ഇന്ന് നമ്മുടെ അടുത്തുള്ള പള്ളിയിലാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ബസ്സൊക്കെ തിരിച്ചൊക്കെ വിടുവാണ്. നേരത്തെ ഉള്ള ബസ് സ്റ്റേഷനിലൊന്നും ബസ്സില്ല. കറങ്ങി ഇന്ന് ചുറ്റിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ബസ് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചർച്ചിൻ്റെ അടുത്ത് നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇന്നിപ്പോൾ അവിടെയും ബസ്സില്ല. നമ്മൾ സബ്ബാർ ജംഗ്ഷനിൽ പോയപ്പോഴും ബസ്സില്ല. അങ്ങനെ ഫൈനലി നമുക്ക് ബസ് കിട്ടി. നമ്മൾ NH അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നമുക്ക് കറങ്ങി വന്നൊരു ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ബസ് കയറുന്നതിന് പോവുകയാണ് അങ്ങോട്ട് നേരെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബസ് കയറി ഇറങ്ങി രണ്ടാമത്തെ ബൂമ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇവിടെ നിൽക്കുക. കാരണം നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ വരാനുണ്ട്. അപ്പോൾ അവനിവിടെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ 4 പേരും കൂടെ നെക്സ്റ്റ് ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ഒരു 2 ബസ് കയറി ഇറങ്ങണം ഇവിടെ ഗോൾഡൻ ബേയിൽ. മാൾട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. നമുക്കിവിടെ ബസ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് അത്രയും ടൈം കളയേണ്ടി വരത്തില്ല. നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എവിടെ വേണേലും പോകാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും ബസ് കാർഡ് ഉണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് അവനെയും കിട്ടി. ഇനി അവനുമായിട്ട് ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി പോവുകയാണ്. അപ്പം അടുത്ത ബസ്സിൽ നേരെ ഗോൾഡൻ ബേയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം ഗോൾഡൻ ബേ എത്താറായി എന്നാണ് തോന്നുന്നത്. എത്താറായി ഏകദേശം. ഗൈസ്, നമ്മൾ ഫൈനലി അങ്ങനെ ഗോൾഡൻ ബേയിലെത്തി. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു സണ്ണി ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും ഉണ്ട്. ഈ ഗോൾഡൻ ബേയിൽ 2 ബീച്ചസ് ഉണ്ട്. ലെഫ്റ്റും റൈറ്റും 2 ബീച്ചസ് ആണുള്ളത്. നമ്മൾ ഇപ്പുറത്തുള്ളിടത്താണ് ഇറങ്ങി. ഇവിടെയും അതേ കണക്കിന് നമ്മുടെ ചെറിയ ചെറിയ ഷോപ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു സീനറി നല്ല രസമാണ്. നല്ല ബ്ലൂ ഇതാണ് സീയും കാര്യങ്ങളൊക്കെ. ഇവിടെ കൂടുതലും ആളുകളാണ് നമ്മുടെ മാൾഡീവ്സുകാരല്ല. ഇവിടെ കൂടുതലും ഉള്ളത് ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലും. ഇവിടെ വരുന്നത് ഒരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ടും ഇവിടെ ഈ ബീച്ചസ് കൂടുതലെല്ലാം ടൂറിസ്റ്റ്സാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ഓരോരുത്തരൊക്കെ നമുക്ക് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇവിടെ ബ്രസീൽ അതേ കണക്ക് ലിത്വാനിയ, ചെക്ക് റിപ്പബ്ലിക് അതേ കണക്ക് ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസ് ഉള്ളവരാണ് മാക്സിമം ഇവിടെ വന്നേക്കുന്നത് കൂടുതൽ. നമ്മുടെ ഇന്ത്യൻസും ഉണ്ട് ഇവിടെ കുറച്ച്. നെക്സ്റ്റ് മന്ത് തൊട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഈ ഇത്രയും വരുന്ന ഫോറിനേഴ്സിൻ്റെയൊക്കെ കുറയും. ഇവിടെ കൂടുതലും അതേ കണക്ക് തന്നെ ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. മെയിൻ റീസൺ ഈ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. മെറ്റീരിയൻ ക്ലൈമറ്റാണ് ഇവിടെ വരുന്നത്. ഗോൾഡൻ ബേയിൽ കടലത് കണക്കിന് നമുക്ക് ഭയങ്കര ആഴമുള്ളതൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഇറങ്ങി നിന്ന് കുളിക്കാനും ഒക്കെ പറ്റുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും വീക്കെൻഡൊക്കെ ആഘോഷിക്കാനായിട്ട് ഇവിടെ വന്നിപ്പം നല്ല വെയിലും കാര്യങ്ങളും സൺഡേയൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്ന് ഒരു ദിവസം പീസായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ബീച്ചും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുന്ന ആഴ്ച ഇവിടെ ഫുള്ള്.
അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.